നിഷ്പക്ഷതയുള്ള ഒരു ചന്ദ്രശോചനം ജഡ്ജി വേണം. ജഡ്ജി ചെയ്യാൻ ഒരാൾ വേണം, ഒരു മോഡറേറ്റർ വേണം. മോഡറേറ്റർ മാത്രമല്ല, കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ജഡ്ജും വേണം. അതാര് പക്ഷപാതമില്ലാത്ത ഒരാളായിരിക്കണം, ശാസ്ത്രം അറിയുന്നയാളായിരിക്കണം. ശങ്കരാചാര്യനും മണ്ഡലമിശ്രനും ഒരുമിച്ച് തീരുമാനിച്ചു. മണ്ഡലമിശ്രന്റെ ഭാര്യയായ ഉഭയഭാരതി തന്നെയാണ് ഈ ശാസ്ത്രാർത്ഥത്തിന് അധ്യക്ഷം വഹിക്കുവാൻ യോഗ്യയായിട്ടുള്ളത്. ആലോചിക്കുക, 2500 വർഷങ്ങൾക്ക് മുൻപ് ആദിശങ്കരാചാര്യരുടെ കാലത്ത് ഉഭയഭാരതി എന്ന ശ്രീരത്നം സമസ്ത വൈദിക ജ്ഞാനവും ഔപചികമായ ജ്ഞാനവും ഉള്ള ഒരു സ്ത്രീരത്നമായിരുന്നു എന്ന് തിരിച്ചറിയുക. ഉഭയഭാരതിയാണ് രണ്ടു കൂട്ടർക്കും മധ്യത്തിലിരുന്ന് ആ ശാസ്ത്രാർത്ഥത്തെ നിയന്ത്രിച്ചത്. 2500 വർഷം ഞാൻ എടുത്തു പറഞ്ഞതാണ്.